ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യശ്രുതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പോർക്ക് ഫ്രൈ ആണ്. കേരള സ്റ്റൈലിലുള്ള ഒരു പോർക്ക് ഫ്രൈ. ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ, 3 സവാള കനം കുറച്ച് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. നല്ലോണം കറിവേപ്പില ഇടുന്നത് നല്ലതാണ്. ഒന്ന് വാടി വന്നാലേ കുറച്ച് ചെറിയുള്ളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 5-10 ചെറിയുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ഒരു 5-15ഓളം വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക്, 1 കിലോ പോർക്കാണ്, 1 കിലോ പോർക്കാണ്. അതിലേക്ക് 6 പച്ചമുളക് ചേർക്കാം. തനി നാടൻ പോർക്ക് കറിയാണ്. ഇതിലേക്ക് 2 തക്കാളി, ഇടത്തരം വലിപ്പമുള്ള തക്കാളി ചേർക്കാം. 3 നേന്ത്രക്കായ തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ചേർക്കാം. 3 നേന്ത്രക്കായ, പച്ച നേന്ത്രക്കായ തൊലി കളഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. കഷ്ണങ്ങളാക്കി കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. അളവിലെ 1.5 ടീസ്പൂൺ മുളക് പൊടി, രണ്ട് വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി, ചെറിയ ടീസ്പൂണാണ്, അപ്പോൾ ഒരു കുറച്ച് വലിപ്പമുള്ള ടീസ്പൂണുണ്ട്, ഒരു 2 ടീസ്പൂണോളം കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവിയിൽ കയറ്റിയിട്ടുള്ള പോർക്ക് നമുക്കിതിൽ ചേർക്കാം. അതിൽ അഴുക്ക് വല്ലതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പോകാനാണ് ആവിയിൽ ആ വെള്ളം കളയുന്നത്, പുഴുങ്ങിയിട്ടെടുക്കും. ഒരു 10-20 മിനിറ്റോളം ആവി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി ഇത് കുക്കറിൽ ഒരു 4 സ്റ്റീമോളം, 4-5 സ്റ്റീമോളം പോർക്കിൻ്റെ വേവിനനുസരിച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി, ചേർക്കാം. 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇതിനി നന്നായി മിക്സ് ചെയ്തിട്ട്
കുക്കറിൽ വേവിച്ചത് ഒരു 5 സ്റ്റീമർ. ഇതെല്ലാം അതിലേക്ക് മാറ്റി ഒരു 5 സ്റ്റീമോളം ആവി കയറ്റി എടുക്കാം. ഒരു ടീസ്പൂണോളം ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റീം വെക്കും. ഒന്ന് ഉരുകി പോകാണ്ടിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെച്ച് 5 സ്റ്റീം വെക്കും. മൂടി വെച്ച് 5 സ്റ്റീമർ